ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും അംഗനവാടികളിലും സാംസ്കാരിക വകുപ്പിന് കീഴിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം മോഡൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെയും എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെയും ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 23 നിയുക്തി 2025 മിനി തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിലാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. IT, ഓട്ടോമൊബൈൽ, മാർക്കറ്റിംഗ് തുടങ്ങിയ രംഗങ്ങളിലുള്ള 20-ൽ പരം പ്രമുഖ തൊഴിൽദായകർ പങ്കെടുക്കും. SLC, +2, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, BTech, ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ യോഗ്യതയുള്ളവർക്കായി 500-ൽ പരം ഒഴിവുകൾ വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെയും എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൽ ഓഗസ്റ്റ് 23 നിയുക്തി തൊഴിൽമേള നടത്തുന്നുണ്ട്. 20-ലധികം സ്വകാര്യ സ്ഥാപനങ്ങളിലായി 1500 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. SLC മുതൽ ഉയർന്ന യോഗ്യതയുള്ള 18 മുതൽ 45 വയസ്സിനകം പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇന്റർലിങ്കിങ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ് എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെൻറ്ററും ചേർന്ന് പേരാമ്പ്ര കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ഓഗസ്റ്റ് 16 രാവിലെ 10 മുതൽ പ്രയുക്തി 2025 എന്ന പേരിൽ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട്. സെയിൽസ്, മാർക്കറ്റിംഗ്, IT, ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കമ്പനികളിലെ 1000-ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടണം. സ്പോട്ട് അഡ്മിഷനും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് എറണാകുളം ജില്ലയിൽ അങ്കമാലി അഡീഷണൽ ഐസിഡിഎസ് പ്രോജക്റ്റ് പരിധിയിലുള്ള കാഞ്ഞൂർ പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർമാരുടെ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രായപരിധി 35 വയസ്സാണ്. അപേക്ഷയുടെ മാതൃക അങ്കമാലി അഡീഷണൽ ഐസിഡിഎസ് ഓഫീസ്, അതാത് പഞ്ചായത്ത് മുനിസിപ്പൽ ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ആഗസ്റ്റ് 20 വൈകിട്ട് 5 മണി വരെ അങ്കമാലി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന അങ്കമാലി അഡീഷണൽ ഐസിഡിഎസ് പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പാലക്കാട് VT ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയത്തിൽ ഗാർഡനർ, ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ 1 വർഷ കാലയളവിലേക്ക് നിയമനത്തിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗാർഡനർ തസ്തികയിൽ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത 8ാം ക്ലാസ്സിന് താഴെ വിദ്യാഭ്യാസവും മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിൽ ഏതെങ്കിലും ഒന്നിൽ സാക്ഷരതയും ആവശ്യമാണ്. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിലോ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ മേഖലാ സ്ഥാപനത്തിലോ ഗാർഡനറായി 1 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് കമ്പനിയിലോ സർക്കാർ വകുപ്പിലോ പൂന്തോട്ട പരിപാലനത്തിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. ടെക്നീഷ്യൻ AC ഇലക്ട്രോണിക്സ് തസ്തികയിലേക്കും ഒരു ഒഴിവ് വന്നിട്ടുണ്ട്. യോഗ്യത 10ാം ക്ലാസ് വിദ്യാഭ്യാസവും എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റും AC അല്ലെങ്കിൽ ഇലക്ട്രോണിക് മേഖലയിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. തെരഞ്ഞെടുപ്പ് അഭിമുഖ പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും. താല്പര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളോടൊപ്പം ആഗസ്റ്റ് 20 സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയം, അനന്തവിലാസം കൊട്ടാരം, ഫോർട്ട് PO, തിരുവനന്തപുരം 23 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ താലൂക്കുകളിലെ പട്ടയ മെഷീൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ജോലികൾക്ക് സർവേയർമാരെയും ചെയിൻമാൻമാരെയും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെയും ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ ആഗസ്റ്റ് 18 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിലെ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഹാജരാവണം. അടുത്തത് വയനാട് പാക്കേജ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റിലേക്ക് പ്രോജക്റ്റ് മാനേജർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. BTech സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഓഗസ്റ്റ് 15 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിനത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.